ഒരു നൂറ്റാണ്ട് നീളുന്ന സേവന പാരമ്പര്യത്തിന്റെ ചരിത്രവുമായി എറണാകുളം കരയോഗം ശതാബ്ദി ആഘോഷങ്ങൾക്ക് ഏപ്രിൽ 4-ന് തുടക്കം. ആഘോഷങ്ങളുടെ ഉദ്ഘാടനം പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദ് ബോസ് നിർവഹിക്കും. ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി 100-ലധികം വിവാഹങ്ങൾ നടത്തിക്കൊടുത്തു. ഒരു വർഷം നീളുന്ന കലാ, സാംസ്കാരിക, സാമൂഹ്യ ക്ഷേമ പദ്ധതികളാണ് പരിപാടിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ. ഒരു നൂറ്റാണ്ട് നീളുന്ന സേവന പാരമ്പര്യത്തിന്റെ ചരിത്രവുമായി എറണാകുളം കരയോഗം ശതാബ്ദി ആഘോഷങ്ങൾക്ക് ഒരുങ്ങിക്കഴിഞ്ഞു. ഒരു വർഷം നീളുന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദ് ബോസ് നിർവഹിക്കും. TDM ഹാളിൽ വെച്ച് നടത്തുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യാതിഥിയാകും. ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി എഴുത്തച്ഛൻ പുരസ്കാര ജേതാക്കളുടെ സംഗമം, 100 വിവാഹങ്ങളടക്കം ഒരു വർഷം നീളുന്ന കലാ, സാംസ്കാരിക, സാമൂഹ്യ ക്ഷേമ പദ്ധതികളാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് എറണാകുളം കരയോഗം ജനറൽ സെക്രട്ടറി P രാമചന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സാമ്പത്തികമായും സാമൂഹ്യമായും പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികളുടെ വിവാഹ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ജാതിമത ഭേദമന്യേ 100 വിവാഹങ്ങൾ TDM ഹാളിൽ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. സേവനം ജീവിത സാഫല്യം എന്ന ആശയത്തിലാണ് എറണാകുളം കരയോഗത്തിന്റെ പ്രവർത്തനങ്ങളെന്നും സാമൂഹ്യ സേവനത്തിനും സാംസ്കാരിക ഉന്നമനത്തിനുമായുള്ള പ്രവർത്തനങ്ങൾ തുടരുമെന്നും എറണാകുളം കരയോഗം ഭാരവാഹികൾ വ്യക്തമാക്കി. നല്ല ജീവിത സാഹചര്യം ഉണ്ടായിട്ട്, നല്ല മക്കളുണ്ടായിട്ട് അമ്മമാരുണ്ടാവും. അവരെടുക്കുകയും സംരക്ഷിക്കുകയും അവരെ സംരക്ഷിക്കുകയും അതും യാതൊരു ഗ്രാൻഡോ സൗകര്യങ്ങളോ ഉപയോഗിക്കാതെ അതും അവർ 10-50-100 പേരെ താമസിക്കുന്ന കെട്ടിടവും എൻ്റെ പണി ആരംഭിക്കുകയാണ്. ഒരു ജൂലൈക്ക് ശേഷം ഒരു ക്യാഷ്ലെസ് ഹോസ്പിറ്റൽ. അതായത് ഇന്ന് നമുക്ക് അറിയാൻ പറ്റും, നമ്മൾ ക്യാൻസർ, ഹൃദയരോഗം അല്ലെങ്കിൽ അതുമാതിരിയുള്ള കിഡ്നി സംബന്ധമായ രോഗങ്ങളൊക്കെ കഴിഞ്ഞ് ചികിത്സ കഴിഞ്ഞ് പുറത്തിറങ്ങി വരുന്നവർക്ക് ആ രീതിയിൽ ഒരു ഫോളോ അപ്പ് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രം, ഒരു 50 കോടി രൂപയാണ് ബഡ്ജറ്റ് ഇട്ടിരിക്കുന്നത്. 400 ഏക്കർ സ്ഥലമെടുത്ത് ക്ഷേത്രങ്ങളില്ലാത്ത, ആരാധനാലയങ്ങളില്ലാത്ത, കിച്ചണില്ലാത്ത, ലോണ്ടറി ഇല്ലാത്ത ഒരു സാമൂഹ്യ ജീവിത പരിസ്ഥിതി. ആ രീതിയിൽ ജീവിക്കാം. എല്ലാ മനുഷ്യനെ എല്ലാവരും ഒരേമാതിരി കണ്ടുകൊണ്ട് ഒരുമിച്ച് നമുക്ക് സൗഹൃദത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു കേരളത്തിൻ്റെതായ തനിമയുടെ ഒരു സ്ഥലം അതിനെപ്പറ്റി ആലോചിച്ചു. എറണാകുളം കരയോഗം 100ാമത്തെ വർഷം ആഘോഷിക്കുമ്പോൾ 100ാമത്തെ വർഷത്തിൽ എറണാകുളം കരയോഗത്തിന്റെ 100 കുട്ടികളുടെ വിവാഹം നടത്തിക്കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ എപ്പോൾ വന്നാലും, ഒരു ദിവസം 10 വിവാഹം വന്നാലും നടത്തിക്കൊടുക്കും, ഒരു ദിവസം 1 വിവാഹം വന്നാലും നടത്തിക്കൊടുക്കും, 100 വിവാഹം മിനിമം നടത്തിക്കൊടുക്കും. അതിലൊരു സാധനം മാത്രം ഒഴിവാക്കിക്കൊണ്ടായിരിക്കും കല്യാണം. വിവാഹം നടത്തിക്കൊടുക്കുക, സ്വർണം കൊടുക്കില്ല. തുടർന്നും നടത്താം. അത് എപ്പോഴും പറയുന്ന ഒരു ഓഫറാണ്. പക്ഷേ കല്യാണങ്ങൾക്ക് പലർക്കും ഡിമാൻഡ് വളരെ കൂടുതലാണ്. നമ്മൾ എന്ത് ചെറിയ പരിപാടി പറഞ്ഞാലും അവർക്ക് ഡിമാൻഡ് കൂടുതലായിരിക്കും, ആൾക്കാർ നമ്പർ ഓഫ്. പക്ഷേ 200 പേര് എന്നുള്ളതിൽ ഞങ്ങൾ കൂടുതൽ അനുവദിക്കുന്നില്ല. 200 പേരുടെ കല്യാണം ഞങ്ങൾ നടത്തി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് A ബാലഗോപാലൻ, ജനറൽ സെക്രട്ടറി P രാമചന്ദ്രൻ, ട്രഷറർ KT മോഹനൻ, A മുരളീധരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എറണാകുളം.